الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الله الذي خلقكم من ضعف ثم جعل من بعد ضعف قوة ثم جعل من بعد قوة ضعفا وشيبا يخلق ما يشاء وهو العليم القدير. ബഹുമാന്യരായ വിശ്വാസിനികളെ, സഹോദരന്മാരെ, സഹോദരികളെ, സ്രഷ്ടാവായ അള്ളാഹുവിൻ്റെ ദീനിന്റെ വിധിവിലക്കുകൾക്ക് കീഴ്പ്പെട്ട് ജീവിക്കാൻ നമ്മളെല്ലാവരും പരിശ്രമിക്കണം. അള്ളാഹുവിൻ്റെ ദീനിന്റെ ആ വസിയ്യത്ത് നമുക്ക് സ്വീകരിക്കാൻ സാധിക്കണം. പ്രിയമുള്ളവരെ, പരിശുദ്ധ ഖുർആനിലെ സൂറത്തുർ റൂമിലെ 54-ാമത്തെ ആയത്താണ് ആമുഖമായി കേൾപ്പിച്ചത്. ഈ ഒരു ആയത്ത് ഇന്ന് തെരഞ്ഞെടുക്കാൻ പ്രത്യേകമായൊരു കാരണമുണ്ട്. ഒക്ടോബർ 1 അന്തർദേശീയ അടിസ്ഥാനത്തിൽ ഐക്യരാഷ്ട്രസഭ ലോകവൃദ്ധ ദിനമായിക്കൊണ്ട് ആചരിക്കുന്നുണ്ട്. അപ്പൊ ആ നിലക്ക് നമ്മളൊക്കെ ഒരു വേള ഉപയോഗിക്കുന്ന മീഡിയകളിലൂടെയൊക്കെ ഈ ഒരു ദിവസത്തെക്കുറിച്ച് ചിലതെങ്കിലൊക്കെ വായിക്കാൻ സാധ്യത ഉണ്ടാവും. അപ്പൊ ഇസ്ലാമിന് ഈ വിഷയത്തിലൊക്കെ പറയാനുള്ള, വൃദ്ധന്മാരുടെ കാര്യത്തിൽ എത്രമേൽ, പ്രായം ചെന്നവരുടെ കാര്യത്തിൽ എത്ര വലിയ പരിഗണന കൊടുക്കണം എന്നതിന്റെ ഇസ്ലാമിക അധ്യാപനം ഉണ്ടാകൂല. നമുക്കേതെങ്കിലും ഒരു ദിനാചരണം അത് പറയാൻ വേണം എന്നുള്ള നിലക്കൊന്നുമല്ല. അങ്ങനെ ഏതെങ്കിലും ആളുകൾ ദിനാചരണം പ്രഖ്യാപിച്ചതിന്റെ പേരിൽ ഒരു വിഷയം തിരഞ്ഞെടുക്കുക എന്നുള്ളതുമല്ല. പക്ഷെ ആളുകൾ ശ്രദ്ധിക്കും ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ വരുമ്പോൾ. അപ്പൊ ഇസ്ലാമിന് പറയാനുള്ള കാര്യങ്ങൾ നമുക്ക് പറയുമ്പോൾ കുറച്ചൊക്കെ ഒരു ചിന്തയും ബോധവും ഒക്കെ നമ്മുടെയൊക്കെ മനസ്സുകളിലേക്ക് ഇത്തരം കാര്യങ്ങളിൽ ദീനിന്റെ അധ്യാപനം തെളിഞ്ഞു വരുമല്ലോ. ആ നിലക്കാണ് ഈ ഒരു വിഷയം ഈ ആയത്തിന്റെ വെളിച്ചത്തിൽ സംസാരിക്കുന്നത്. പ്രിയമുള്ളവരെ, സൂറത്തുർ റൂമിൽ 54-ാമത്തെ ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിപ്പിന്റെ വിവിധ അവസ്ഥകളെ വിശദീകരിക്കുകയാണ്. ഇതുപോലെ സമാനമായ വേറെയും ചില ആയത്തുകൾ ഖുർആനിൽ വേറെയും നമുക്ക് വായിക്കാൻ സാധിക്കും. ഇവിടെ പറയുന്നത് അല്ലാഹു, അവൻ ആരാന്നറിയോ? അല്ലദീ ഖലഖക്കും, അവൻ നിങ്ങളെ സൃഷ്ടിച്ചവനാണ്. ആ സൃഷ്ടിപ്പിന്റെ ഒരു ഘട്ടം ദുഅഫിന്റെ ഘട്ടമാണ്. മിൻ ദഅഫിൻ, ദുർബലാവസ്ഥയിൽ നിന്ന് അവൻ നിങ്ങളെ സൃഷ്ടിച്ചു. ثم جعل من بعد ضعف قوة, ആ ദുർബലാവസ്ഥ മറികടന്ന്
നമുക്ക് ശക്തിയും ഓജസ്സും ഒക്കെ വരുന്ന ഒരു സമയം പിന്നീട് കടന്നു വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ അതങ്ങനെ കടന്നു വരും. ثم جعل من بعد قوة ضعفا. ഈ ശക്തിയുള്ളത് എന്ന് നമ്മൾ പറയുന്ന, എന്തിനും കഴിയും, പ്രാപ്തിയുണ്ട് എന്ന് നമുക്കൊക്കെ തോന്നുന്ന, ഒന്നുകൂടി പറഞ്ഞാൽ നമ്മുടെ മനസ്സ് എത്തുന്നിടത്തേക്ക് ശരീരത്തെ എത്തിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു ഘട്ടം ഉണ്ടാകും. അത് കഴിഞ്ഞാൽ വീണ്ടും ദുർബലാവസ്ഥയെ നമ്മളൊക്കെ അഭിമുഖീകരിക്കേണ്ടി വരും. ആ ദുർബലാവസ്ഥയെ അഭിമുഖീകരിച്ച് കടന്നു പോകുമ്പോൾ ശൈബത്ത് വരും, നരബാധിച്ചു തുടങ്ങുകയും അങ്ങനെ മുന്നോട്ട് പോയി വാർദ്ധക്യത്തിന്റെ അവശമായ അവസ്ഥകളിലേക്കൊക്കെ നമ്മൾ പിന്മാറിപ്പോകും. യഖ്ലുഖു മാ യശാ. ഇങ്ങനെയൊക്കെയാണ് അള്ളാഹുവിന്റെ സൃഷ്ടിപ്പ്. അവൻ ഈ ദുനിയാവിന്റെ സൃഷ്ടിപ്പ് ഇങ്ങനെ സംവിധാനിച്ചു വെച്ചിട്ടുണ്ട്. അവൻ എന്താണ് ഉദ്ദേശിച്ചത് അത് അവൻ സൃഷ്ടിച്ചിരിക്കും. നമുക്കൊക്കെ ഒരു വിചാരവും തോന്നലൊക്കെ ഉണ്ടാവും, ദുനിയാവിൽ എന്നും ശക്തിയുള്ള പ്രായത്തിലൂടെ തന്നെ അങ്ങനെ കഴിഞ്ഞു പോയിട്ട് അങ്ങനെ മുന്നോട്ട് പോകണം. പക്ഷെ അത് മോഹം മാത്രമാണ്. സാധാരണ അറബി ഭാഷയിൽ ഗ്രാമർ പഠിപ്പിക്കാൻ പറയുന്നൊരു പ്രയോഗമുണ്ട്, ലൈത ശബാബു യഊദു യൗമൻ. നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ഒരു പ്രായത്തിന്റെ അവസ്ഥയാണ്, പക്ഷെ മോഹം മാത്രമാണ്. മോഹത്തിന്റെ അവസ്ഥകൾ പ്രയോഗിക്കാനാണ് ലൈത്ത എന്നുള്ള വാക്ക് ഉപയോഗിക്കുക. ഈ ലഅല്ല, ലൈത്ത എന്നുള്ള വാക്കുകളൊക്കെ അറബി ഭാഷയിൽ പ്രചാരത്തിലുള്ള അല്ലെങ്കിൽ ഒരുപാട് പ്രയോഗിക്കുന്ന വാക്കാണ്. രണ്ടും സമാന അർത്ഥങ്ങളുള്ളത്. ലൈത്ത എന്നുള്ളത് ഉപയോഗിക്കാറുള്ളത് ചില മോഹങ്ങളും ആഗ്രഹങ്ങളൊക്കെ പറയാനുള്ളത്. ആ നിലക്കാണ് ലൈത്ത ശബാബു യഊദു യൗമൻ എന്ന് പറയാറുള്ളത്. ആ ശബാബിന്റെ പ്രായം, യുവത്വത്തിന്റെ ആ ഘട്ടം ഒന്ന് തിരിച്ചു വന്നെങ്കിൽ എന്ന് എന്നും അങ്ങനെയായിത്തീരാൻ വേണ്ടി മനുഷ്യന്റെ മോഹങ്ങൾ ഉണ്ടാകും. പക്ഷെ ദുനിയാവിൽ അള്ളാഹു അങ്ങനെ വെച്ചിട്ടില്ല, അത് പരലോകത്ത് വെച്ചിട്ടില്ല. സ്വർഗത്തിലെത്തിയാൽ എല്ലാ ആളുകൾക്കും ഒരേ പ്രായമായിരിക്കും. ആ പ്രായത്തിൽ ഒരാൾക്കും ആ പ്രായത്തിന്റെ മറികടക്കുന്ന ഒരവസ്ഥ ഉണ്ടാകില്ല. കാരണം ശാശ്വതമായ ലോകമാണത്. ആ അനശ്വരതയിലേക്ക് എത്താനുള്ള തൗഫീഖാണ് നമുക്ക് കിട്ടേണ്ടത്. അതിനുള്ള അധ്വാനമാണ് ദുനിയാവിൽ ഉണ്ടാകേണ്ടത്. അതല്ലാതെ എന്നും ദുനിയവിയായ ജീവിതത്തിൽ നമ്മൾക്കിങ്ങനെ നിലനിൽപ്പ് ആഗ്രഹിക്കുന്നതിന് പകരം പരലോകത്തിന്റെ നിലനിൽപ്പിന് ആഗ്രഹിക്കുന്നവരാകണം എന്നുള്ളതൊരു പാഠമാണ്. ഇരിക്കട്ടെ, ഈ ആയത്തിൽ നമ്മൾ പറയുന്ന മനസ്സിലാക്കുന്ന ചില കാര്യങ്ങൾ, പ്രായം ചെന്ന ആളുകളെ കുറിച്ച് അവരവരുടെ ആയുസ്സിന്റെ നല്ല ഒരു കാലം, ആയുഷ്കാലം മുഴുവൻ എന്ന് പറയാം, നല്ല ആ ഒരു പ്രസരിപ്പിന്റെ കാലം ഉണ്ടാവുമല്ലോ, ആ കാലം മുഴുവനും കുടുംബത്തെ നോക്കാൻ വേണ്ടിക്കൊണ്ട് അവരുടെ അധ്വാനത്തെ ചെലവഴിച്ചവരാണ്. അതേപോലെ തന്നെ അവര് സമൂഹത്തിന് വേണ്ടി സാമൂഹികമായ സേവനങ്ങളിൽ അവരുടെ നല്ല ജീവിതത്തിന്റെ ഘട്ടങ്ങൾ അങ്ങനെ വിനിയോഗിച്ചവരാണ്. ഇപ്പൊ ഇരിക്കുന്ന നമ്മളെപ്പോലെ കുറച്ചൊക്കെ മധ്യവയസ്കതയിലേക്ക് എത്തിവരും യുവാക്കളും ചെറുപ്പക്കാരും ഒക്കെ പറയുന്ന, കൗമാരക്കാരെന്നൊക്കെ പറയുന്ന ആളുകൾ വ്യത്യസ്ത പ്രായങ്ങളിൽ ഉണ്ടല്ലോ അവിടെ. നമ്മളൊക്കെയൊക്കെ ആ അവസ്ഥയിൽ നമ്മളെക്കാൾ ശക്തിയോടുകൂടി യുവത്വത്തെ കഴിച്ചുകൂട്ടിയവരായ ആളുകളായിരിക്കും ഇവിടെ ഇരിക്കുന്ന പ്രായാധിക്യത്തിലെത്തിയവരായ ആളുകൾ. കാരണം അവർക്കും നല്ലൊരു കാലം കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇവിടെ പലപ്പോഴും ഇന്ന് വാർദ്ധക്യത്തിലേക്ക് എത്തിയവർ അവഗണിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളതൊരു നേരാണ്. നമ്മുടെയൊക്കെ വീടുകളിലേക്ക് നോക്കിയാൽ മതിയാകും. ചിലപ്പോൾ വീടുകളുടെ സിറ്റ് ഔട്ടുകളിൽ വല്യപ്പ അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട പ്രായം ചെന്ന ആളുകൾ, വല്യമ്മ വല്യപ്പക്കാവാം, ആ പ്രായാവസ്ഥയിൽ എത്തിയവരായ ആളുകൾ, അവർക്ക് അവശമായ അവസ്ഥയുടെ ജീവിതത്തിൽ ഒരു ഘട്ടമാണ് എത്തിയിട്ടുള്ളത്. ആ ഘട്ടത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു പരിഗണന, അത് നമ്മളിൽ നിന്ന് അവർ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ചിലപ്പോ നമ്മുടെ മക്കള് പോലും അവരെ ഒന്നും നോക്കാതെ ആ സിറ്റ് ഔട്ടിലൂടെ അകത്തേക്ക് കടന്നു പോകുന്ന ഒരു അവസ്ഥയിൽ അവർ വേദനിക്കുന്ന വേദനയെക്കുറിച്ച് എപ്പോഴെങ്കിലും ആലോചിക്കാറുണ്ടോ? എന്നിട്ട് നമ്മൾ ആ മക്കളോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ, നമ്മുടെ ഉപ്പയാണ്, മോന്റെ അല്ലെങ്കിൽ മോളുടെ വല്യപ്പയാണ്, എന്തേ അങ്ങനെ അങ്ങോട്ട് പോകുന്നത്? നമ്മളവിടെ മൈൻഡ് ചെയ്തിട്ടില്ല. ചിലപ്പോ നമ്മളിൽ നിന്നായിരിക്കും ആ മക്കളത് കണ്ടിട്ടുണ്ടാകുക. ആ ഉപ്പ, നമ്മുടെ ഉപ്പ നമ്മളിൽ നിന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാകും, മോൻ എന്റെ അടുത്തൊന്ന് ഇരിക്കണം, എന്റെ കരമൊന്ന് നുകരണം, എന്റെ മുഖത്തേക്കൊന്ന് നോക്കണം, എന്റെ അടുത്തിരുന്നൊന്ന് സംസാരിക്കണം എന്ന് ആ ഉപ്പ ആഗ്രഹിച്ചിട്ടുണ്ടാകും. പക്ഷേ പലപ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ തിരക്ക്, നമുക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി പോകാനുള്ള വലിയ തിരക്ക്, വീട്ടിലേക്ക് എത്തിയപ്പോൾ എത്തിക്കഴിഞ്ഞിട്ട് വീണ്ടും എങ്ങോട്ടൊക്കെയോ പുറത്തിറങ്ങാനുണ്ട് എന്ന് പറയുന്ന വലിയ തിരക്ക്, അതിലും വലിയ തിരക്ക്, ആ തിരക്കിൽ നമ്മൾ നമ്മുടെ ഉപ്പയെ പരിഗണിക്കാൻ മറക്കുന്നുണ്ടാവും. പക്ഷേ
ഓർക്കണം പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ തിരക്കിലാകാനൊക്കെ വലിയ കാരണക്കാരായിക്കൊണ്ട് വർത്തിച്ചത് നമ്മുടെ ഉപ്പയാണ്. ആ ഉപ്പാന്റെ വാർദ്ധക്യാവസ്ഥയിൽ, ഇത് ഉപ്പാന്റെ മാത്രമല്ല കേട്ടോ, നമ്മുടെയൊക്കെ ചുറ്റുപാടിൽ ജീവിക്കുന്ന പരിഗണന അർഹിക്കുന്ന വാർദ്ധക്യാവസ്ഥയെക്കുറിച്ച് നല്ല ബോധം നമുക്ക് വേണം. ഇസ്ലാമിന്റെ അധ്യാപനം അങ്ങനെയാണ്. ജീവിതത്തിന്റെ മറാഹിലുകൾ നമ്മൾ പല ഘട്ടങ്ങളിലായിക്കൊണ്ട് ഇങ്ങനെ കടന്നുപോകും. ആലോചിച്ചു നോക്കൂ, നമ്മുടെ ദുർബലാവസ്ഥയിൽ നിന്നാണ് നമ്മളിപ്പോ ശക്തിയുള്ള അവസ്ഥയിലേക്ക് എത്തിയത്. ഈ ആയത്തിന് തഫ്സീർ കൊടുക്കുന്നിടത്ത് മനുഷ്യന്റെ ജീവിതത്തിന്റെ വിവിധ ഘട്ടങ്ങളെ ഇങ്ങനെ വിശദീകരിച്ചത് വളരെ ശ്രദ്ധേയമാണ്. തുറാബിന്റെ ഘട്ടം കഴിഞ്ഞു പോന്നവരാ നമ്മൾ. തുറാബ് എന്ന് പറയുന്ന നിസ്സാരമായ അവസ്ഥയാണ്, മണ്ണാണ്. ആ മണ്ണിന്റെ ഘട്ടം കഴിഞ്ഞു പോകുന്നു. നുത്തുഫത്തായി ബീജഘട്ടങ്ങളിലൂടെ കടന്നു വന്നിട്ടുണ്ട്. ആ നുത്തുഫത്ത് പിന്നെ ഭ്രൂണാവസ്ഥയിൽ തന്നെ മുതുകത്തും അലക്കത്തുമായ അവസ്ഥയിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ഗർഭാവസ്ഥയിൽ തൂങ്ങിക്കിടക്കുന്ന ഘട്ടവും അതേപോലെ തന്നെ ഒരു ചവച്ചരക്കപ്പെടുന്ന തരത്തിലുള്ള ആ ഒരു ഘട്ടമൊക്കെ കഴിഞ്ഞു പോന്നിട്ടുണ്ട്. ദുർബലാവസ്ഥകളാണത് ജീവിതത്തിന്റെ. ആ ദുർബലാവസ്ഥകൾ ജീവിതത്തിലൂടെ ഇങ്ങനെ നമ്മൾ അറിയാതെ കടന്നു പോന്നിട്ട് അത് പിന്നീട് കുറച്ചുകൂടിയൊക്കെ അസ്ഥികൂടങ്ങൾ നമ്മുടെ ശരീരത്തിൽ പൊതിയുന്ന രീതിയിൽ ശക്തിപ്പെടുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തി. അവിടെയും ഖുവ്വത്തായിട്ടില്ല, ദുർബലാവസ്ഥ തന്നെയാണ്. അങ്ങനെ റൂഹ് നമ്മുടെ ശരീരത്തിലേക്ക് സന്നിവേശിപ്പിക്കപ്പെട്ടു, റബ്ബിന്റെ തൗഫീഖാണ്. ആ റൂഹിന്റെ ഘട്ടം കഴിഞ്ഞു വന്നു. ഉമ്മാന്റെ ഗർഭാപാത്രത്തിൽ നമ്മൾ ദഈഫായിക്കൊണ്ട് ദുർബലനായിക്കൊണ്ട് കഴിഞ്ഞു വന്നു. ശിശുവായിക്കൊണ്ട് ഇറന്നു. ആ ശിശു എന്ന് പറയുന്ന ശൈശവഘട്ടവും ദുർബലാവസ്ഥ തന്നെയാണ്. ആ ദുർബലാവസ്ഥകളിൽ എത്രയെത്ര ദുർബലാവസ്ഥ ഘട്ടങ്ങളാണ് നമ്മൾ കടന്നു വന്നിട്ടുള്ളത്. പിന്നെ അല്പാൽപമായിക്കൊണ്ട് നമ്മൾ ശാബാവുകയാണ്. യുവാവ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്താണ്. പക്ഷെ ആ യുവത്വത്തിന്റെ ഘട്ടം, പ്രസരിപ്പിന്റെ ഏറ്റവും പ്രസരിപ്പുള്ള ഘട്ടം എത്തുന്ന ആ സമയത്തിന്റെ തൊട്ടു മുൻപ് നമുക്ക് ശക്തിയുള്ള ഘട്ടം തന്നെയായി തോന്നിയേക്കാം. അതിനെ ഖുർആൻ വ്യാഖ്യാതാക്കൾ ഭാഷാപരമായി വിശേഷിപ്പിച്ചിട്ടുള്ളത് മുറാഹിഖ് എന്നാണ്. മുറാഹിഖ് എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ അതിന് കൗമാരപ്രായം എന്ന് പറയാം. ആ കൗമാരപ്രായം കഴിഞ്ഞിട്ട് പിന്നെ വന്നതാണ് നമ്മളിൽ പലരും ഇപ്പോൾ ഉള്ള, ഇവിടെ ഇരിക്കുന്നവരായ പലരും ഇപ്പോൾ കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്ന ഷാബ് എന്ന് പറയുന്ന ഘട്ടം. അതാകുന്നു മിൻ ബഅദി ദഅഫിൻ ഖുവ്വതൻ എന്ന് ആയത്തിൽ പറഞ്ഞ ദുർബലാവസ്ഥ മറികടന്ന് ശക്തിയുടെ ഒരു പ്രായം, ഘട്ടം എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി മനസ്സിലാക്കേണ്ടത്, ഈ ശക്തിയുടെ ഘട്ടവും കടന്നു പോകും. കടന്നു പോയേ മതിയാകൂ. നമ്മുടെ ജീവിതത്തിൽ അത് അഭിമുഖീകരിച്ചേ മതിയാകൂ. അത് എത്തും, നമ്മളെ തേടി എത്തുക തന്നെ ചെയ്യും എന്നുള്ള തിരിച്ചറിവുണ്ടാകണം. എത്രത്തോളം അതിനെ വിശദീകരിക്കുമ്പോൾ ഖുർആൻ വ്യാഖ്യാതാക്കൾ ഓരോ ഘട്ടങ്ങളെയും വളരെ സൂക്ഷ്മമായിക്കൊണ്ട് നമ്മുടെ മുമ്പിലേക്ക് ഇങ്ങനെ പറഞ്ഞു നിങ്ങളെ വായിക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അതൊക്കെ കടന്നു വരാനുണ്ടല്ലോ എന്ന് ചിന്തിക്കുകയും മനസ്സ് എത്തുന്നിടത്തേക്ക് ശരീരം എത്താൻ കഴിയാത്ത വണ്ണം നമ്മൾ ദുർബലരായി പോവുകയും അത് അവശമായ വാർദ്ധക്യത്തിലേക്ക് എത്തുകയും ചെയ്യുന്നത് നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ ആലോചിക്കണം, എനിക്കും എന്റെ ജീവിതത്തിൽ വരാനുള്ളതാണ്, ഞാൻ അഭിമുഖീകരിക്കാനുള്ളതാണ് എന്നുള്ള തിരിച്ചറിവോടുകൂടി മാത്രമേ ഈ കൂട്ടത്തിലുള്ള നമ്മുടെ കണ്ണിന് മുമ്പിൽ പെടുന്ന എവിടെ പ്രായം ചെന്നവരായ വാർദ്ധക്യാവസ്ഥയുള്ളവരായ ആളുകൾ നമ്മുടെ കൺമുമ്പിലുണ്ടോ അവരെയൊക്കെയും നമ്മൾ കാണുമ്പോൾ ഞാനും കടന്നു പോകേണ്ട ഒരു ഘട്ടമാണത്. ഒരു വേള അതിന്റെ മുൻപേ തന്നെ എനിക്ക് ദുനിയാവിൽ നിന്ന് നീങ്ങിപ്പോകേണ്ടി വരും എന്നൊക്കെ ചിന്തിക്കാൻ നമുക്ക് സാധിക്കണം. ആ ഒരു ഉണർത്തലുകൾ കൃത്യമായി നമുക്ക് വായിക്കാൻ സാധിക്കുന്ന ഒരു തഫ്സീർ കിട്ടുന്ന ഒരു ആയത്ത് തന്നെയാണ് സൂറത്തുർ റൂമിലെ 54-ാമത്തെ ആയത്ത്. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, നമ്മുടെ ജീവിതത്തിന്റെ കാലഘട്ടത്തിൽ നമ്മൾക്ക് മുതിർന്നവരായ ആളുകൾ, പ്രായം ചെന്നവര്, അവർക്ക് കൊടുക്കേണ്ട പരിഗണന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതേക്കുറിച്ച് വിശദീകരിച്ച ഒരുപാട് സംസാരങ്ങളുണ്ട്. അതിൽ നമ്മളൊക്കെ ധാരാളം മദ്രസ ക്ലാസുകൾ കേട്ടു തുടങ്ങിയ ഒരു അധ്യാപനം ഉണ്ടല്ലോ, ലൈസ മിന്ന മൻ ലം യുവഖിർ കബീറന വലം യർഹം സഗീറന. നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടവനല്ല എന്നാ പറഞ്ഞു തുടങ്ങുന്നത്. മുസ്ലിം ആവൂല, ലൈസ മിന്ന എന്ന് പറഞ്ഞതാണ് അർത്ഥം. മുസ്ലിം ആകൂല, നമ്മിൽപ്പെട്ടവനല്ല എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടവരാകൂല. ആര്? മൻ ലം യുവഖിർ കബീറന. മുതിർന്നവരായ ആളുകൾ, പ്രായം ചെന്നവരായ ആളുകൾക്ക് വേണ്ട പരിഗണന കൊടുക്കുകയും അവരെ ആദരിക്കുകയും അവരെ ബഹുമാനിക്കുകയും ചെയ്യാം. നമ്മൾ അവർക്ക് വേണ്ട മരുന്ന് വാങ്ങിക്കൊടുക്കുന്നുണ്ടാവാം, ശരിയായിരിക്കാം. പക്ഷേ മരുന്നിനേക്കാൾ, നമ്മിൽ നിന്നൊക്കെ കിട്ടുന്ന മരുന്നിനേക്കാൾ അവരാഗ്രഹിക്കുന്ന വേറെ ഒന്നുണ്ട്, അത് പരിഗണനയാണ്.
അവരുടെ അടുത്തൊന്ന് ചേർന്നിരിക്കലാണ്, നമ്മുടെ കൈയൊന്ന് അവർക്ക് കൊടുക്കലാണ്, അവരോട് സംസാരിക്കാൻ വേണ്ടി സമയം കണ്ടെത്തലാണ്. അത് കിട്ടാതെ പോകുന്ന അവസ്ഥയിൽ അവരുടെ മനസ്സും നോവുന്നുണ്ട് എന്നൊന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയാതെ പോകരുത് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്ര ഗൗരവത്തോടു കൂടി ഇത് പറഞ്ഞിട്ടുള്ളത് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഇസ്രാഇന്റെ 23-ാമത്തെ ആയത്ത്. മാതാപിതാക്കളുടെ കാര്യത്തിലാണ് അള്ളാഹുവിന്റെ ആ അധ്യാപനം. ഉമ്മാന്റെ ഉപ്പാന്റെ കാര്യത്തിൽ അള്ളാഹു പഠിപ്പിക്കുന്ന കാര്യമാണെങ്കിൽ പോലും അവിടെ പ്രയോഗിക്കുന്ന ഒരു പ്രയോഗമുണ്ട്. അവരിൽ രണ്ടുപേരുമോ അവരിൽ ഒരാളോ നിന്റെ അടുക്കലേക്ക് വാർദ്ധക്യത്തിന്റെ സമയത്ത് എത്തിയാൽ, അവർക്ക് വാർദ്ധക്യത്തിയിട്ടുണ്ട്, അപ്പൊ നീ അവരുടെ കൂടെ ഉണ്ട്. അങ്ങനെയാണ്, അവര് വാർദ്ധക്യാവസ്ഥയിലാണ്, അപ്പൊ നീ അവരുടെ കൂടെയുണ്ട് എന്ന് പറയുമ്പോൾ അത് ഉമ്മാന്റെയും ഉപ്പാന്റെയും കാര്യത്തിൽ പ്രത്യേകം പറഞ്ഞു എന്ന കാര്യത്തോടൊപ്പം തന്നെ വാർദ്ധക്യാവസ്ഥയിലുള്ളവരൊക്കെയും അർഹിക്കുന്ന ഒരു പരിഗണനയെ തുടർന്ന് പറയുന്നത് ഫലാ തഖുൽ ലഹുമാ ഉഫിൻ. ഒന്നതാ ഫലാ തഖുൽ ലഹുമാ ഉഫിൻ. അനിഷ്ടം എന്ന നിലക്ക് നമ്മളിൽ നിന്നുണ്ടാകുന്ന ഒരു സംസാരം അവർ കേൾക്കാനിടവരരുത്. ഛേ എന്ന വാക്ക് എന്നാണ് മുൻപൊക്കെ കേട്ടു പോന്നിട്ടുള്ളത്. അല്ല, ഛേ എന്ന വാക്ക് എന്ന് പറഞ്ഞാൽ ഒരു നമ്മളിൽ നിന്ന്, നമ്മുടെ ശരീരഭാഷയിൽ നിന്ന് പോലും, ഛേ എന്നുള്ള വാക്കിന് അങ്ങനെയാണല്ലോ, ഒരു ശരീരഭാഷയാണത്. ആ ശരീരഭാഷയിൽ നിന്ന് പോലും അവർക്ക് അനിഷ്ടം തോന്നുന്ന ഒരു പ്രകടനം ഉണ്ടാകരുതെന്ന് അങ്ങനെ ചിന്തിക്കാൻ പറ്റണം. അതാ ഫലാ തഖുൽ ലഹുമാ ഉഫിൻ വലാ തൻഹറുഹുമാ. വെറുപ്പിക്കരുത് അവരെ, അവർക്ക് വിഷമുണ്ടാകുന്ന ഒരു സംസാരമോ ഇടപെടലോ ഉണ്ടാകരുത്. വഖുൽ ലഹുമാ ഖൗലൻ കരീമാ. അത്രമേൽ മാന്യമായി കൊണ്ട് സംസാരിക്കണം അവരോട്. ആലോചിച്ച് നോക്കണം, ഇവിടെ ഇരിക്കുന്ന നമ്മളൊക്കെ ആലോചിച്ച് നോക്കണം. നമ്മൾക്ക് എത്ര പേർക്ക് പിതാവ് നഷ്ടപ്പെട്ടവർ ആലോചിക്കണം. നമുക്കിതിന് സമയം ഉണ്ടായപ്പോ നമുക്ക് സമയം കിട്ടിയിട്ടില്ല എന്നുള്ള നിലക്ക് തള്ളിക്കളഞ്ഞു പോയിട്ടില്ലേ? ഇപ്പൊ ഉണ്ടായിട്ട് ഇപ്പോഴും അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കണില്ലേ? ഉണ്ടെങ്കിൽ തിരിച്ചറിവിനും തിരുത്തലിനും വലിയ സാധ്യതകൾ നമ്മുടെ മുൻപിലുണ്ട്. അള്ളാഹുവോട് നമ്മൾ മാപ്പ് ചോദിക്കുകയും നമ്മൾ തിരുത്തേണ്ട കാര്യങ്ങൾ തിരുത്തുകയും ചെയ്യണം. കാരണം റബ്ബിന്റെ വിധിയാണ് അവരോടുള്ള പരിഗണന എന്നുള്ളത് നമ്മൾ സൂറത്തുൽ ഇസ്രാഇന്റെ 23-ാമത്തെ ആയത്തിലൂടെ വായിക്കുന്നുണ്ട്. മഹാനായ യഹ്യ ബിൻ സഈദുൽ മദനി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്ന ഒരു സംസാരമുണ്ട്. അദ്ദേഹം ഖുർആനിന്റെ ആയത്തുകളെയും ഹദീസുകളെയും ഒക്കെ ചേർത്ത് വെച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെതായ ഒരു അധ്യാപനം നൽകുന്നത് ഇങ്ങനെയാണ്. ഒരു പണ്ഡിത വചനം തെളിവായി ഉദ്ധരിക്കുക എന്നുള്ള നിലക്കല്ല, മറിച്ച് ഒരുപാട് ആയത്തുകളെയും ചില ഹദീസുകളെയും ചേർത്ത് വെച്ചുകൊണ്ട് അദ്ദേഹം വിശദീകരിച്ച വിശദീകരണത്തെ സംഗ്രഹിച്ചു പറയാൻ, ഏറ്റവും ചുരുങ്ങിയ വാക്ക് സംഗ്രഹിച്ചു പറയാൻ അതിങ്ങനെ പറയാൻ കഴിയും. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ബലഗ്ന അന്ന മൻ അഹാന ദാ ശൈബത്തിൻ ലം യമുത് ഹത്താ യഖ്ബിദല്ലാഹു ലഹു മൻ യുഹീനഹു ഫി കിബരിഹി. ഒരാള് മനുഷ്യന്റെ വാർദ്ധക്യാവസ്ഥയിൽ ഏതെങ്കിലും ഒരാളെ നിന്ദ്യനാക്കുകയോ നിസ്സാരമായി കാണുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഉപ്പയോ വല്യപ്പയോ നമ്മുടെ വീടുകളിൽ കഴിഞ്ഞുകൂടുമ്പോ അവരുടെ അവസ്ഥകളെ നിസ്സാരം എന്നുള്ള നിലക്ക് നോക്കിക്കാണുകയും എന്റെ മക്കൾ, എനിക്ക് വേണ്ടപ്പെട്ടവർ എന്നെ പരിഗണിക്കുന്നില്ല എന്നുള്ള തോന്നൽ അവർക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ, നമ്മളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പിടിച്ചു കൊണ്ടുപോകുന്നതിന്റെ മുൻപ്, വാക്ക് ശ്രദ്ധിക്കണേ, പിടിച്ചു പോകുന്നതിന്റെ മുൻപ് ഈ ഒരു അവഗണന നമ്മളും അനുഭവിച്ചിട്ടല്ലാതെ ദുനിയാവെന്ന് പോകൂല. ഇതാണ് ആ വാക്ക്. ദുനിയാവെന്ന് പോകാൻ കഴിയില്ല. അത്ര ഗൗരവത്തോടുകൂടി ഈ വിഷയം ഇസ്ലാമിന്റെ അധ്യാപനമായി കൊണ്ട് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് വാർദ്ധക്യാവസ്ഥക്ക് മുൻപേ തന്നെ ദുനിയാവെന്ന് പോയെങ്കിൽ എന്ന് ആഗ്രഹിക്കാൻ പറ്റുമോ? അത് പറ്റൂല. അത് ചേർത്ത് പറയേണ്ടതുണ്ട്. ചിലപ്പോ ഈ പരിഗണനയൊന്നും കിട്ടാത്ത അവസ്ഥയിൽ എനിക്കൊക്കെ എന്റെ ജീവിതത്തിന്റെ ആ യുവത്വത്തിന്റെ സമയത്ത് തന്നെ, അല്ലെങ്കിൽ മധ്യവയസ്കതയിൽ തന്നെ അങ്ങോട്ട് പോയെങ്കിൽ എന്ന് എന്റെ കുട്ടികൾ നോക്കിയിട്ടില്ലെങ്കിലോ മക്കളെ നോക്കിയിട്ടില്ലെങ്കിലോ കിട്ടേണ്ട പരിഗണന സമൂഹത്തിന് കിട്ടിയിട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ച് ഒറ്റപ്പെടൽ എന്ന് പറയുന്നൊരു വാക്കുണ്ടല്ലോ, അത് പേടിച്ചിട്ട് അതിന്റെ മുൻപേ പോയെങ്കിൽ എന്ന് പ്രാർത്ഥിക്കാൻ പറ്റും, ആഗ്രഹിക്കാൻ പറ്റും? പറ്റൂലല്ലോ. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അധ്യാപനം ഒരു മുഅ്മിനായ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ആയുസ് നീട്ടിക്കിട്ടുകയും റബ്ബിനെ ഇബാദത്ത് ചെയ്യാൻ അവസരം കിട്ടുന്ന രീതിയിൽ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് കിട്ടേണ്ട ആ തൗഫീഖ്, ആയുസ്സിന്റെ തൗഫീഖ് കിട്ടുകയും ചെയ്യുക എന്നുള്ളത് വലിയ ഒരു കാര്യമാണ്. കാരണം ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് മുഹ്സിനായിക്കൊണ്ട് റബ്ബിലേക്ക് യാത്ര ചെയ്യാൻ ഒരു വേള ആ സമയം മതിയാകും. വാർദ്ധക്യാവസ്ഥയിലെ ഈ സമയം മതിയാകും. ഏത്? മുഹ്സിനായിക്കൊണ്ട് അല്ലാഹുവിലേക്ക്, നല്ലവനായിക്കൊണ്ട് അല്ലാഹുവിലേക്ക് യാത്രയാകാൻ.
ഇനിയോ ഈ ഷബാബിന്റെ ഈ യുവത്വത്തിന്റെയും മധ്യവയസ്കത കാലഘട്ടമൊക്കെ ഇങ്ങനെ ഒരു ശ്രദ്ധയില്ലാത്ത ജീവിച്ച മനുഷ്യന്മാർക്ക് ഒരു വേള തിരിച്ചുവരവിനും വാർദ്ധക്യാവസ്ഥയിൽ അവസരം കിട്ടിയേക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളാരും തന്നെ ഇങ്ങനത്തെ ഒരു ഘട്ടം ഒറ്റപ്പെടുമോ എന്നുള്ള ഭീതി കാരണം മരിച്ചു പോയെങ്കിൽ എന്ന് പ്രാർത്ഥിക്കുകയോ അങ്ങനെ വിചാരിക്കുകയോ ആഗ്രഹിക്കുകയോ പോലും ചെയ്യരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബികൾ ചിലർ ചോദിക്കുന്നുണ്ട്. റസൂലുള്ള സ്വഹാബത്തിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അലാ ഉനബ്ബിഉകും ബിഖിയാരിക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല മനുഷ്യന്മാരാരാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. അപ്പൊ സ്വഹാബികളൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങി, ആരെക്കുറിച്ചായിരിക്കും പറയുന്നുണ്ടാകുക. അപ്പൊ സ്വഹാബികൾ പറഞ്ഞു, ഖാലു യാ റസൂലല്ലാഹ്, ബലാ യാ റസൂലല്ലാഹ്, അതേ റസൂലേ, ഞങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുണ്ട്. ആ താല്പര്യത്തോടു കൂടി അവർ ശ്രദ്ധിക്കാൻ തുടങ്ങി. ശ്രദ്ധിക്കൊള്ളു. ഖിയാറുക്കും അത്വറുക്കും അഅമാറ വ അഹ്സനുക്കും അഖ്ലാഖാ, ജീവിതത്തിൽ ആയുസ് നീട്ടിക്കിട്ടിയാൽ ശ്രേഷ്ഠ സ്വഭാവത്തോടു കൂടി ജീവിക്കാൻ കഴിയുകയും ആയുസ് നീട്ടിക്കിട്ടിയവരായ ആളുകൾ നന്മയോടുകൂടി ജീവിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല കാലഘട്ടം അല്ലെങ്കിൽ ആയുസ്സിന്റെ നല്ല ഒരു കാലഘട്ടം നീട്ടിക്കിട്ടുകയും നന്മയോടുകൂടി ജീവിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ഖൈറുള്ള ആളുകളാണ്. അതുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടത്, റബ്ബേ നിന്റെ അടുക്കൽ നിന്ന് ആരോഗ്യത്തോടുകൂടി കുറെ കാലം ജീവിക്കാനും നിനക്ക് ഇഷ്ടപ്പെട്ട കർമ്മങ്ങൾ ചെയ്യാനുമുള്ള രീതിയിൽ നീ എനിക്ക് ആയുസ്സിനെ നീട്ടിത്തരയണമേ എന്ന് പ്രാർത്ഥിക്കാനും ആരോഗ്യ സൗഭാഗ്യം കിട്ടിക്കൊണ്ട് നന്മ ചെയ്തുകൊണ്ട് ജീവിക്കാനുള്ള സൗഭാഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുമാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഇരിക്കുന്നവരിൽ പ്രായം ചെന്ന ആളുകൾക്ക് ഇനിയും ദീർഘകാലം റബ്ബ് ഇഷ്ടപ്പെട്ട രീതിയിൽ ജീവിച്ച് നല്ല സൗഖ്യത്തോടുകൂടി ജീവിച്ച് മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മളിൽ നിന്ന് പ്രായം ചെന്നവരായ ആൾ കിട്ടേണ്ട പരിഗണനയിൽ കൊടുക്കേണ്ട വിഷയത്തിൽ നമ്മൾക്ക് എന്തെങ്കിലും പോരായ്മ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തിരുത്താനുള്ള പ്രാർത്ഥനാ മനസ്സ് നമുക്കോരോരുത്തർക്കും ഉണ്ടാകണം. പ്രായം ചെന്നവരെ പരിഗണിക്കാത്തവൻ മുസ്ലിമല്ല എന്ന പ്രവാചക അധ്യാപനങ്ങൾ ഉൾക്കൊള്ളണം. അല്ലാഹു സുബ്ഹാനഹു വ തആല വീഴ്ചകൾക്ക് മാപ്പ് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു വസല്ലമ അലാ നബിയ്യിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. ബഹുമാന്യരായ സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ദീനിന്റെ വിധിവിലക്കുകൾക്ക് അനുസരിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയത്തിൽ നടത്തിയിട്ടുള്ള അധ്യാപനങ്ങൾ, പരിശുദ്ധ ഖുർആൻ ഇക്കാര്യത്തിൽ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ സ്വഹാബികൾ മനസ്സിലാക്കിയിട്ടുണ്ട്. സ്വഹാബികൾ മനസ്സിലാക്കിയപ്പോൾ പ്രായം ചെന്നവരെ അത്രമേൽ പരിഗണിച്ചിട്ടുണ്ട്. എത്ര വലിയ പരിഗണന! എത്രത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് ഒരിക്കൽ യുദ്ധത്തിന് ഞാനും റസൂലെ നിങ്ങളോടൊപ്പം പോന്നോട്ടെ എന്ന് ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ ചോദിച്ചത് നിങ്ങൾക്കറിയില്ലേ? നമുക്കറിയില്ലേ എന്താ ചോദിച്ചത്? നിന്റെ വീട്ടിൽ പ്രായം ചെന്ന ഉമ്മയുണ്ടോ? ഉണ്ടെന്ന് കേൾക്കുമ്പോൾ പൊയ്ക്ക വീട്ടിലേക്ക്, നിന്റെ ജിഹാദ് അവിടെയാണ്. നിന്റെ ജിഹാദ് അവിടെ, നീ യുദ്ധത്തിന് പോരുന്നിടത്തല്ല നിന്റെ കാര്യമുള്ളത്, അതിനേക്കാൾ അപ്പുറം വലിയ കാര്യം നിനക്കവിടെ ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞ് യുദ്ധത്തിന് കൂടെ കൂട്ടാതെ വീട്ടിലേക്ക് ഉമ്മാനും ഉപ്പാനും നോക്കാൻ പ്രായത്തിന്റെ അവസ്ഥയിൽ കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്ന, അവശതയിൽ കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്നവരെ പരിഗണിക്കാനും പരിചരിക്കാനും പറഞ്ഞേക്കുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ അധ്യാപനം ഉൾക്കൊണ്ട സ്വഹാബത്ത് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ സംഭവമുണ്ട്. അദ്ദേഹം ഖിലാഫത്തിന്റെ കാലഘട്ടത്തിൽ മദീന പള്ളിയിൽ നിന്ന് നമസ്കരിച്ച് പുറത്തിറങ്ങുന്നൊരു സമയം, ആ വിഷയത്തെ ഏറ്റവും ചുരുക്കിയ രൂപത്തിൽ പറയാം. ആ സമയത്ത് ഒരു മനുഷ്യനും കണ്ട് പള്ളിമുറ്റത്ത് യാചനയിലാണ്. പള്ളിമുറ്റത്ത് യാചിച്ചുകൊണ്ടിരിക്കുന്ന ഈ മനുഷ്യനെ കണ്ടപ്പോൾ അമീറുൽ മുഅ്മിനീൻ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ചെന്നു. എന്താ കാര്യം? താങ്കൾ ആരാണ്? ഞാനൊരു ജൂതനാണ്, എനിക്ക് യാചിക്കുകയല്ലാതെ നിവൃത്തില്ല. എന്താ വിഷയം? ഉള്ള കാലത്ത് ഞാൻ ജിസിയ കൊടുത്തിട്ടുണ്ട്, ഇപ്പൊ ജിസിയ കൊടുക്കാൻ പറ്റണില്ല, ആവതില്ല എന്നർത്ഥം, അധ്വാനിച്ച് നേടാൻ കഴിയണില്ല. അതുകൊണ്ട് ഉമറിന്റെ ഖിലാഫത്ത് കാലഘട്ടത്തിൽ നിയമമനുസരിച്ച് ഞാൻ ഇവിടെ സംരക്ഷണത്തിന് നികുതി കൊടുക്കണമല്ലോ, അത് കിട്ടാൻ വേണ്ടിക്കൊണ്ട് ആളുകളുടെ കൈ നീട്ടുകയാണ്. ഉമർ റളിയല്ലാഹുവിന്റെ കണ്ണു തുറന്നിട്ട് ആ മനുഷ്യനെ ആദ്യം സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. വീട്ടിലുള്ളതിൽ നിന്ന് കൊടുത്തു.
പോരാഞ്ഞ് അദ്ദേഹം ബൈത്തുൽ മാലിന്റെ ഒരു ഉത്തരവ്, ബൈത്തുൽ മാലുമായി ബന്ധപ്പെട്ടൊരു ഉത്തരവ് പ്രകടിപ്പിച്ചു. എന്താ പുറപ്പെടുവിപ്പിച്ചു? എന്താ ബൈത്തുൽ മാൽ നമുക്കറിയില്ലേ? ബൈത്തുൽ മാൽ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ സകാത്ത് സൂക്ഷിപ്പ് കേന്ദ്രമാണ്. സകാത്ത് സൂക്ഷിപ്പ് കേന്ദ്രത്തിലേക്ക് ആളെ പറഞ്ഞേക്കാണ്. എന്നിട്ട് നിയമം മാറ്റാണ്. വാർദ്ധക്യാവസ്ഥയിലുള്ളവർക്ക് ഇനി ജിസിയയില്ല, സംരക്ഷണ നികുതിയില്ല. എന്നിട്ട് ഒന്നുകൂടി പറയുന്നുണ്ട്, ഇവരൊക്കെയും യുവത്വത്തിന്റെയും സമ്പാദിക്കാൻ കഴിയുന്ന ആ സമയത്തും കാലഘട്ടത്തിലും അവരുടെ സംരക്ഷണ നികുതി കൃത്യമായി കൊടുത്തു പോന്നവരാണ്. ഇപ്പോൾ വാർദ്ധക്യാവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി അവരെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ചുമതലയാണ്. അതിന് ഒന്നും വാങ്ങാൻ പാടില്ലെന്ന് പ്രഖ്യാപിക്കുകയും ബൈത്തുൽ മാലിൽ നിന്ന് ഓരോ മാസവും ഒരു നിശ്ചിത തുക ഇത്തരം ആളുകൾക്ക് വേണ്ടി നീക്കിവെക്കാൻ വേണ്ടി ഒരു നിയമം, ആ നിലക്കുള്ള ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തു എന്നുള്ളത് ഇബ്നു അസാക്കിർ റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലെയുള്ള ചരിത്രകാരന്മാർ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ചരിത്രം എന്നുള്ള നിലക്ക് സൂചിപ്പിച്ചിട്ടുണ്ട്, രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം തെളിവായിട്ട് ഉദ്ധരിക്കുന്ന ആയത്താണ് അത്ഭുതകരം. പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട് സൂറത്തു തൗബയിൽ, ഇന്നമസ് സ്വദഖാത്തു ലിൽ ഫുഖറാഇ വൽ മസാകിൻ. നമ്മൾ സകാത്ത് കൊടുക്കേണ്ടത് ആർക്കൊക്കെ എന്ന് പഠിക്കുന്ന ആയത്തില്ലേ? ജൂതന് ആ സകാത്തിൽ നിന്ന് കൊടുക്കാൻ വേണ്ടി ഈ ആയത്ത് തെളിവായിട്ട് ഉദ്ധരിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ കണ്ണു തുറക്കേണ്ട, നമ്മളെ കണ്ണ് തുറപ്പിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് എന്ന് ചേർത്ത് വെച്ച് മനസ്സിലാക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതൊക്കെയാണ് ഇസ്ലാം. ഈ ഇസ്ലാമിന്റെ മൂല്യങ്ങളോടൊപ്പമാണ് നമ്മളുള്ളത്. നമുക്ക് ഏതെങ്കിലും ഒരു വൃദ്ധദിനൊന്നും വേണ്ട, മറിച്ച് ഇസ്ലാമിന്റെ അധ്യാപനം എപ്പോഴും പരിഗണിക്കാൻ വേണ്ടി, ശ്രദ്ധിക്കാൻ വേണ്ടി ബാധ്യതപ്പെട്ടവരാണ് എന്നുള്ള ആ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം എന്നാണ്, ആ ഒരു നിലക്കാണ് ഈ ഖുതുബയിൽ കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നേരായി മനസ്സിലാക്കാനും, തിരുത്തേണ്ടവ തിരുത്താനും, പോരായ്മകൾ പരിഹരിക്കാനും, പരിഗണിക്കേണ്ട വാർദ്ധക്യത്തെ കൃത്യമായി പരിഗണിക്കാനും, അത് പരിഗണിക്കാതെ പോകുമ്പോൾ ഒന്നാലോചിക്കുക, എനിക്കും വരാനുണ്ട്, നമുക്കും വരാനുണ്ട് ഇങ്ങനെ ഒരു ഘട്ടം എന്ന് ചിന്തിച്ചു നമ്മുടെ ജീവിതാവസ്ഥകളിൽ ഓരോ ഘട്ടങ്ങളും കടന്നു വരുമ്പോൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ മാറാൻ നമുക്ക് ഏവർക്കും സാധിക്കും, തെറ്റ് തിരുത്താൻ സാധിക്കും. അതുകൊണ്ട് ഒരാളും അവഗണിക്കപ്പെടരുത് വാർദ്ധക്യാവസ്ഥ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നന്മകൾ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, രണ്ട് പ്രധാനപ്പെട്ട പ്രാർത്ഥനാ വസിയത്തുകളുണ്ട്. ഒന്ന്, നമ്മുടെ മദ്രസയിൽ ടീച്ചറായിട്ടുള്ള റസിയ ടീച്ചറുടെയും അതേപോലെ തന്നെ നമ്മുടെ മഹല്ലുമായി ബന്ധപ്പെട്ട് പ്രവാസിയായിട്ടുള്ള ഇപ്പോൾ നാട്ടില് രോഗാവസ്ഥയിൽ ഉള്ള സഹോദരൻ ടി.പി. അബ്ദുൽ ലത്തീഫ് സാഹിബ്, ഇവർ രണ്ടുപേരും വളരെ പ്രയാസകരമായ, ടി.പി. അബ്ദുൽ ലത്തീഫ് സാഹിബ് വെന്റിലേറ്ററിലായിരുന്നു. അദ്ദേഹം ഇപ്പോൾ അതിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്, വാർഡിൽ ആ അവസ്ഥയിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആശ്വാസം വരുന്നുണ്ട് എന്നർത്ഥം. ഏതായിരുന്നാലും രണ്ടുപേരും, റസിയ ടീച്ചർ ആവട്ടെ മദ്രസ അധ്യാപികയാണ്, അവർക്ക് ഒരു മേജർ സർജറി നടന്നിട്ടുണ്ട്. അപ്പോ രോഗശമനത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ജീവിതത്തിൽ ആയുരാരോഗ്യ സൗഭാഗ്യങ്ങൾ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രയാസങ്ങൾക്കും നാഥൻ ശമനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു വേദന പോലും ബാക്കിയാകാത്തവണ്ണം പൂർണ്ണ ആരോഗ്യത്തിലേക്ക് അള്ളാഹു അവരെയും നമുക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല ആരോഗ്യത്തോടുകൂടി ജീവിക്കാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. اللهم رب الناس مذهب البأس اشفي أنت الشافي لا شفاء إلا شفاؤك شفاء لا يغادر سقما. അതേപോലെ പ്രിയപ്പെട്ടവരെ, ഫലസ്തീനികളെ നമ്മൾ മറക്കാതിരിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളിൽ അവർക്ക് രക്ഷയും സമാധാനവും നൽകുമാറാവട്ടെ. അവർ രക്ഷയിലാണ് എന്ന് തന്നെയാണ് നമ്മൾ ആശ്വസിക്കുന്നത്. ആ പിഞ്ചു പൈതങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ. അവരൊക്കെ റബ്ബിന്റെ അടുക്കൽ വിൽദാനും മുഖല്ലദൂൻ എന്നുള്ള ഘട്ടത്തിലും പദവിയിലുമായിരിക്കും. പക്ഷെ നമുക്കാണ് പ്രയാസം, നമ്മളാണ് ബുദ്ധിമുട്ടിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ നമ്മളാണ് പരീക്ഷിക്കപ്പെടുന്നത്. റബ്ബ് സുബ്ഹാനഹു വ തആല ആ അവസ്ഥയിൽ കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്ന ആ നാടിന് മോചനം നൽകി ഇസ്ലാമിന്റെ ശത്രുക്കളിൽ നിന്ന് ആ പവിത്ര മണ്ണിനെയും പള്ളിയെയും മോചിപ്പിക്കാനുള്ള തൗഫീഖ് നാഥാ നീ നൽകി അനുഗ്രഹിക്കണമേ റബ്ബേ. ആ നാടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനകൾ സ്വീകരിക്കണമേ റബ്ബേ. ആയിരങ്ങളുടെ ലക്ഷങ്ങളുടെ പ്രാർത്ഥനകൾ ഈ സമയത്ത് ഉയർന്നുകൊണ്ടിരിക്കുന്നു. നീ കേൾക്കാതെ പോകരുതേ, നീ സ്വീകരിക്കണമേ നാഥ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوة يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار.
ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين والحمد لله رب العالمين وسلام على المرسلين.